കെട്ടിട വാടകയും മറ്റും നൽകാത്തതിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ ഒരു വിഭാഗം അങ്കണവാടി ജീവനക്കാർ സമരത്തിൽ. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലെ പുഴയ്ക്കൽ അഡീഷണൽ തൃശൂർ അർബൻ 1 പ്രോജക്റ്റിലെ അംഗൻവാടി ജീവനക്കാരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. 137 അംഗൻവാടികളാണ് ഈ പ്രോജക്റ്റിന് കീഴിലുള്ളത്. ഇതിൽ 59 അംഗൻവാടികളും പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടങ്ങളിലാണ്. എന്നാൽ കഴിഞ്ഞ 7 മാസക്കാലമായി ഇവർക്ക് വാടക ലഭിച്ചിട്ട് ഇതുമൂലം പലയിടങ്ങളിലും ഉടമസ്ഥർ കെട്ടിടമൊഴിയാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇക്കാര്യങ്ങൾ മേലുദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് ആരോപണം. സെന്ററില്ലാതെ വാടകയ്ക്ക് അംഗൻവാടി കൊണ്ടു നടക്കുന്ന ജീവനക്കാരുണ്ട്. അവർക്ക് ഒരു 7-8 മാസത്തോളമായി വാടക കൊടുത്തിട്ടില്ല. ഈ വാടക കൊടുക്കാത്തതിന്റെ പക്ഷത്ത് ഇതിന്റെ ഓണർമാര് അംഗൻവാടി ജീവനക്കാരെ ഇറക്കി വിടുന്ന അവസ്ഥ വന്നിട്ടും നമ്മൾ നമ്മുടെ മേലധികാരികളോട് ഇത് സൂചന കൊടുത്തിട്ടും പറഞ്ഞിട്ടും കത്ത് കൊടുത്തിട്ടും നമുക്ക് ഇന്ന് വരെ നല്ലൊരു രീതിയിലുള്ള മറുപടി കിട്ടിയിട്ടില്ല. 23 വർഷം 24 വർഷമായി ഞങ്ങൾ അംഗൻവാടി ജീവനക്കാരായി തൃശ്ശൂർ കോർപ്പറേഷന്റെ പരിധിക്കകത്ത് പുറമ്പോക്കും സ്ഥലവുമില്ലാത്ത സാഹചര്യത്തിൽ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ 7 മാസക്കാലമായി വാടക ഇല്ലാത്ത സ്ഥിതിയാണ്. പല ഉടമസ്ഥരും ഈ മാസം കൂടി എന്ത് തന്നെയായാലും അംഗൻവാടി ഇനി ഇവിടെ പ്രവർത്തിക്കേണ്ടതില്ല എന്ന തീരുമാനം. മേലുദ്യോഗസ്ഥ പറയുന്നത് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, മുന്നുള്ള ഉദ്യോഗസ്ഥർ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പറയുമ്പോൾ ഉടമസ്ഥർക്ക് റിക്വസ്റ്റ് കൊടുത്തു എന്നുള്ളതല്ല കേൾക്കേണ്ടത്, കൃത്യമായി വാടക ലഭിക്കുക എന്നുള്ളതാണ്. ഈ വാടക കുടിശ്ശികയെ തന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇനി അവിടെ ഉടമസ്ഥരുടെ അനുവാദത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയും. അംഗൻവാടികളുടെ ഭക്ഷണ മെനു പരിഷ്കരണത്തിലും വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കിട്ടുന്ന ഓണറേറിയം മുടക്കി അംഗൻവാടി പ്രവർത്തനം നടത്തേണ്ട ഗതികേടിലാണ് ജീവനക്കാർ. അംഗൻവാടിയുടെ മെനു പരിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മെനു പരിഷ്കരിച്ചതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് ചെയ്യാനുണ്ട്. ഞങ്ങൾക്ക് ആകെ 13,000 രൂപയാണ് ശമ്പളം കിട്ടുന്നത്. അതിൽ പച്ചക്കറി, അതുമാതിരി നാളികേരം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇടേണ്ടതുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അവർ തിരിച്ചു പോലും തന്നിട്ടില്ല. എങ്ങനെ ചെയ്യേണ്ട രീതി എന്ന് പോലും പറഞ്ഞു തരാതെ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള മാർഗത്തിലുള്ള പൈസ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പല കാര്യങ്ങൾക്കും അംഗൻവാടിയിലേക്ക് കാര്യങ്ങൾക്ക് ചെലവാക്കാനാണ് ഞങ്ങൾക്കുള്ളൂ. ഇൻസെന്റീവിന്റെ പേരിൽ ചെയ്യിപ്പിക്കുന്ന ജോലികളുടെ ഉൾപ്പെടെ പണം കിട്ടാക്കനിയായി മാറി. ഞങ്ങൾക്ക് ഒരു മാസം പല മീറ്റിങ്ങുകളും നടക്കുന്നുണ്ട്. ഇതിന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് നടത്തുന്നത്. ലാസ്റ്റാണ് പൈസ കിട്ടുന്നത്. അത് മാസങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇതുപോലെ തന്നെയാണ് പച്ചക്കറിയുടെ, ഇതുപോലെ കറണ്ട് ബില്ല്, വെള്ളത്തിന്റെ ബില്ല്, വാടക, ഗ്യാസ്. അവസാനം 3-4 മാസം കഴിയുമ്പോഴാണ് ഗ്യാസിന്റെ പൈസ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇൻസെന്റീവ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് ദിവസേന ഓരോ ജോലികൾ ചെയ്യിക്കുന്നുണ്ട്. പക്ഷെ ഫോണാണെങ്കിൽ വർക്കിംഗ് അല്ല, ഞങ്ങളുടെ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. എന്നാലെങ്കിലും പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. വെള്ളിയാഴ്ച നടന്ന പ്രോജക്ട് മീറ്റിംഗ് ബഹിഷ്കരിച്ച അംഗൻവാടി ജീവനക്കാർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. വിഷയത്തിൽ നടപടിയുണ്ടായില്ലെങ്കിൽ അംഗൻവാടി അടച്ചിട്ടുള്ള സമരം നടത്താനുള്ള തീരുമാനത്തിലാണ് ജീവനക്കാർ. TCV തൃശൂർ.